ഈ മീറ്റിങ്ങിന് വരാനുണ്ടായ കാരണം എന്തായിരുന്നു? പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ്റെ 2 മക്കളാണ്. അവരെന്നോട് ദിവസം രാത്രി വിളിച്ച് പറഞ്ഞു, അനിയാ നീ നാളെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരണം. അപ്പോൾ എനിക്ക് തോന്നി, ആദ്യം പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഒരു പാമ്പിനെയും ഒരു ഇതിനും സ്വപ്നം കണ്ടു. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, ഇവളോട് പറഞ്ഞു ആദ്യം പോവാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ഇവിടെ ആദ്യം എന്നോട് പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പോകണ്ട, നമുക്ക് പോകണ്ട, നമുക്ക് പള്ളിയിൽ പോയാൽ മതിയെന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ വീടിൻ്റെ ഗേറ്റ് തുറന്ന് ഞാൻ വീണ്ടും അകത്തേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് എനിക്ക് പ്രയറിന് പങ്കെടുക്കണം എന്നൊരു പ്രത്യേക ഒരു ഇത് വന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് ഞാൻ എഴുത്തിനെ വിളിച്ച് അപ്പം തന്നെ പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, എന്ത് സംഭവിച്ചാലും ഞാൻ അവിടെ എത്തിയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയെടുത്ത് നേരെ അവിടുന്ന്, ഞാൻ താമസിക്കുന്നത് തിരൂരാണ്, തിരൂരിൽ നിന്ന് വണ്ടിയെടുത്ത് ബൈക്കെടുത്ത് ഞാൻ തൃശ്ശൂർ വന്നു. ഞാൻ ഓക്കെ, മീറ്റിങ്ങിന് വന്നതിന് ശേഷം എന്താണ് വിടുതലെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 11 മാസം, കുറേ നാളെ നിർത്തിയിരിക്കുന്ന സംഭവം വീണ്ടും ഞാൻ 11 മാസമായിട്ട് തുടങ്ങിയത് കുടിപൂർണ്ണമായിട്ട് ഞാൻ കള്ളുകുടിയാണ്. ഓക്കെ, എനിക്ക് വളരെ മദ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ലഹരിയായിരുന്നു. ആരും കണ്ടാൽ പറയില്ല ഞാൻ മദ്യം കഴിക്കുന്നു പറയില്ല, പക്ഷേ മദ്യം എന്ന് പറഞ്ഞാൽ ലഹരിയായിരുന്നു. ഞാൻ കഴിക്കുന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എനിക്ക് 2-3 ഫുള്ളെങ്കിലും വേണം ഒരു ദിവസം. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് കറക്റ്റ് 3 മണിയാകുമ്പോൾ എനിക്ക് മദ്യം കിട്ടിയിരിക്കണം, പുലർച്ചെ 3 മണിക്ക്. അതിനുശേഷം പ്രയർത്തിക്ക് വന്ന് ഞാൻ ആദ്യം തന്നെ അത് നിർത്തിയെന്നുണ്ട്. അന്നത്തെ പ്രയറിന് വന്നതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ വീണ്ടും പോയി കുടിച്ചു. വീണ്ടും കുടിച്ച് പിറ്റേ ദിവസം ഞാൻ പ്രയറിന് വന്നതിന് ശേഷം എന്നെ വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, അത് നീ തൊടുത്തല്ല ഒരിക്കലും, ഇനി മദ്യം നീ ഒരിക്കലും തൊടില്ല എന്ന്. ഇപ്പോൾ എത്ര ദിവസമായി? 7 പറഞ്ഞു. അത് എൻ്റെ മനസ്സിൽ ദൈവം തോന്നിക്കാണ്. ഹാപ്പി എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി. പിന്നെ അതിന് മോൻ്റെ കണ്ണിന് കാഴ്ച കിട്ടിയത് വളരെ ഹാപ്പി. ആ കൊച്ചിന്റെ കണ്ണാട ഞാൻ എടുത്ത് കളഞ്ഞു. മയക്കം കൊടുത്ത് അമ്മയ്ക്ക് കൂടുതൽ അറിയാം. എൻ്റെ മകന് കണ്ണിന് ഹൈ പവറായിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ വീട്ടിൽ വല്ലാതെ ഖേദങ്ങൾ അനുഭവിക്കുക. ഏതൊക്കെ രീതിയില്ല? മദ്യം ഒഴിവാക്കിയതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായി. എറണാകുളത്ത് ഇതേപോലെ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടാണ് മദ്യം ഒഴിവാക്കിയത്. അതിനുശേഷമാണ് ഒരു വിവാഹം കഴിക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് എന്നെ വിവാഹം കഴിക്കാനായിട്ട് പത്രപരസ്യത്തിലൂടെ എന്നെ വിവാഹം കഴിക്കുകയായിരുന്നു. അന്ന് മുതൽ 7 വർഷമായിട്ട് ഇദ്ദേഹം എന്നെ സ്വർഗത്തിൽ കൊണ്ട് നടക്കണ മാതിരി ഇദ്ദേഹം എൻ്റെ കൂടെ എല്ലാ സന്തോഷം എനിക്ക് തന്നു ജീവിച്ചിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര വിഷമങ്ങളായിരുന്നു. എൻ്റെ കുഞ്ഞിനെ ഞാൻ 7 മാസം ഗർഭിണിയായിരിക്കുന്നവരെ, രണ്ടാമത്തതാണ് മോള്, അവളെ 7 മാസം ഗർഭിണിയായിരിക്കുന്നവരെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുഞ്ഞ് വയറ്റിൽ മറിയൊക്കെ ഉണ്ടായി. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടു. അവൾ പ്രസവത്തിൽ മഷി കുടിച്ചു. അവൾ 8 ദിവസം ICUവിൽ കിടന്നു. കരച്ചിൽ തന്നെയായിരുന്നു വീട്ടിൽ. അത് തുടങ്ങിയിട്ട് പിന്നെ 3 വർഷക്കാലം പല തകർച്ചകൾ, ഏട്ടൻ്റെ ബിസിനസ്സിൻ്റെ തകർച്ച, കുടുംബത്തിൽ എന്നും എന്നോട് വഴക്ക് കൂടും. ഒരു കാരണമില്ലാതെ അദ്ദേഹം എന്നോട് വഴക്ക് കൂടൽ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്താ ഇങ്ങനെ പെരുമാറുന്നത്. പിന്നെ അവസാനം ഈ കഴിഞ്ഞ 11 മാസങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നവംബർ മുതൽ ഇദ്ദേഹം മദ്യപാനത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് മദ്യപാനിയായ ഒരാളുടെ കൂടെ ജീവിക്കുന്നത് ഇഷ്ടമല്ല, മദ്യം ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ഞാൻ വിവാഹത്തിന് തയ്യാറുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ബന്ധത്തിൽ ഏർപ്പെട്ടത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് ചെയ്യൽ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ജീവിച്ചിരിക്കേണ്ട. ആളുകളുടെ മുഖത്ത് ഞാനിങ്ങനെ നോക്കും, എനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാത്ത സ്മെല്ലാണത്. കാരണം എൻ്റെ പിതാവ് മദ്യപാനിയായിരുന്നു, അദ്ദേഹം ഒരു ജ്വല്ലറി ഉടമയായിരുന്നു. അത് മദ്യപാനത്തിലൂടെയാണ് നശിച്ചു പോയത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ഭർത്താവ് അങ്ങനത്തെ ഒരു വ്യക്തി ആവരുതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ. അങ്ങനെ പല സാഹചര്യങ്ങളിലും ഇദ്ദേഹം അത് നീതി പുലർത്തിയിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം വന്നപ്പോൾ 2 വീലറും കൊണ്ട് ആടിയിട്ടാണ് വന്നത്. 2 വീലർ റോട്ടിൽ ഇങ്ങനെ ആടിയിട്ട് വരുന്നത് മദ്യപിച്ചിട്ട്. ആ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ തകർന്ന് ഒരുപാട് വിഷമത്തിലിരിക്കുമ്പോഴാണ് എഴുത്തി പറഞ്ഞത്, ഇങ്ങനെ പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ അവിടെ പോയിട്ട് ബെൻസിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് പോരാൻ നിന്നപ്പോഴും പറഞ്ഞു ഞാൻ വരില്ല, നീ വേണമെങ്കിൽ പൊയ്ക്കോ, അല്ലെങ്കിൽ നീ ആ വഴി പൊയ്ക്കോ, നീ എവിടെയെങ്കിലും പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു എന്തായാലും വേണ്ടില്ല, ഒന്ന് കാണാലോ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അന്ന് മുതൽ ആൾക്ക് മദ്യം വേണ്ട. പിന്നെ ഇപ്പം ഈ സമയം വരെ അദ്ദേഹം എന്നെ വിഷമിപ്പിച്ചിട്ടില്ല.
പഴയ സന്തോഷത്തോടെ ഈ നിമിഷം ഞാനിവിടെ നിൽക്കുന്നത്. അതുപോലെ എൻ്റെ മകന് ഈ 3 വർഷം ഞാൻ പറഞ്ഞ മോള് വയറ്റിലായിരിക്കുന്ന ആ സമയത്തുള്ള ആ അപകടം പറ്റിയ ആ സമയം മുതൽ എൻ്റെ മകന് പെട്ടെന്ന് LKG UKGയിലൊക്കെ ഫുള്ള് A+ വാങ്ങിയിരുന്ന മകനാണ്. അവൻ 1ാം ക്ലാസ് പകുതി ഓണപരീക്ഷ ആയപ്പോഴത്തേക്കും കുട്ടി ബുക്ക് വേണ്ട, അക്ഷരങ്ങൾ വേണ്ട, സ്കൂളിൽ പോകണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിലിരിപ്പായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പെൻസിലും പേനയും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേ സമയം ഇത് എന്താണെന്നറിയില്ല, കുട്ടി അതൊക്കെ തെറ്റിക്കായിരുന്നേ. അപ്പോൾ എനിക്ക് സംശയം, കുട്ടിക്ക് കണ്ണ് കാണാത്ത പ്രശ്നമായിരിക്കും എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബപരമായിട്ട് ആർക്കും, ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലോ എൻ്റെ കുടുംബത്തിലോ ആർക്കും ഇങ്ങനെ ഒരു കണ്ണിന് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് സംശയിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇവൻ്റെ ടീച്ചർ എന്നെ വിളിപ്പിച്ചിട്ട് പറയണത്, മോന് കണ്ണിന് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, അവൻ്റെ ബോർഡുമ്പിലുള്ള ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവിടെ കണ്ണിൻ്റെ നല്ല ഐ സ്പെഷ്യലിസ്റ്റാണ് അവർ പറഞ്ഞു കുട്ടിക്ക് ഹൈ പവറാണ്, കുട്ടിക്ക് എന്തേ ഇത്ര നാൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പ്രശ്നം എൻ്റെ മനസ്സിലേ ഇല്ല. പിന്നെ ഇതെങ്ങനെ വന്നു പോയിച്ചു എന്നറിയില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു അരവിന്ദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കോ, കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കോ, അവിടെ ഇതിന് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ മോനെ അരവിന്ദിൽ കൊണ്ടുപോയിട്ട് ഹൈ പവർ അവിടെ നിന്ന് ഡോക്ടേഴ്സ് ഞങ്ങൾ ഒരുപാട് ചീത്ത പറഞ്ഞു. കുട്ടീനെ എത്ര അവസ്ഥയിലാക്കി, ഇനി അവൻ അന്ധത വന്ന് പോയേനെന്ന് പറഞ്ഞു. ആ കുട്ടി അവിടെ നിന്ന് അങ്ങനെ ഹൈ പവറിലുള്ള കണ്ണട വെച്ചിട്ട് ഇപ്പോൾ അവന് 1 വർഷം, ഇപ്പോൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഈ 1 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഈ ലാസ്റ്റ് പാസ്റ്ററുടെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് എൻ്റെ മോൻ്റെ തലയിൽ കൈവിട്ട് തൊട്ടതിന് ശേഷം എൻ്റെ മോൻ പറയാ, അമ്മ എനിക്ക് കാഴ്ച കാണാനിട്ടത്. കണ്ണാടി വേണോ പറഞ്ഞ? ഇല്ല, വേണ്ട, കാണാം കാണാവല്ല.